അപ്പോ ഈ ന്യൂയോർക്ക് മുങ്ങിയല്ലേ അമേരിക്ക ഇവിടെ എല്ലാം വെള്ളം കയറി, ചൈന ഇവിടെ എല്ലാം വെള്ളം കയറി. പക്ഷെ അവിടെയുള്ള ആളുകൾ അല്ലെ ഒരുപാട് കഷ്ടപ്പെട്ട് പണത്തിന് വേണ്ടി മാത്രം ഈ എന്താ പറയണ ഒരു റാറ്റ് റേസ് പോലെ നടത്തിയ ആൾക്കാർ മാത്രമാണ് ആ വെള്ളത്തിൽ മുങ്ങിച്ചാവുന്നത്. ഒരിക്കലും എലോൺ മസ്കോ, ട്രംപോ, ബിൽഗേറ്റ്സോ, സുഗർബർഗോ ഇവർക്ക് ആർക്കും ഇവരുടെ ഒരു എന്താ പറയാ ഒരു ചെറിയ ഓഹരിയിൽ പോലും നഷ്ടം ഉണ്ടാവില്ല. കാരണം ഇതെല്ലാം അവര് മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. ഓക്കെ, കാരണം ഇവരെല്ലാം മുൻകൂട്ടി ഇതെല്ലാം കണ്ട് ഓക്കെ ഇങ്ങനെയൊക്കെ വരും. പക്ഷെ ഇവർ ആദ്യം ലക്ഷ്യം വെച്ചത് ഇന്ത്യനെ ആയിരുന്നു. ഓക്കെ, അവരുടെ സ്വന്തം രാജ്യം ഓക്കെ, അവരെപ്പോഴെങ്കിലൊക്കെ അത് വരുമെന്ന് അവർക്ക് പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഇന്ത്യ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കേരളം എത്തിയിരിക്കുന്നു. ബാക്കി മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട് വരെ അവർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. കേരളവും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. 98% കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, അവരുടെ ആ ഒരു പ്ലാൻ എക്സിക്യൂഷൻ ആയിരുന്നു ആ ഒരു മുല്ലപ്പെരിയാർ ബ്രേക്ക് ഡൗൺ. അപ്പൊ അവർ മുല്ലപ്പെരിയാർ ബ്രേക്ക് ആയാൽ അല്ലെങ്കിൽ അവരൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുന്നതെന്ന് ഒരു ഡെമോ ഇപ്പോൾ അവരുടെ സ്ഥലത്ത് തന്നെ പ്രകൃതി കാണിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കും. കാരണം അവിടെ ഉണ്ടാവുന്ന സാധാരണ മനുഷ്യർ കോടീശ്വരന്മാരും പോകും. ഓക്കെ, നിങ്ങളൊന്നും കോടീശ്വരന്മാരല്ല. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ 100 കോടി 500 കോടി ആസ്തിയൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങളും നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ കുഞ്ഞുങ്ങളും എല്ലാം നഷ്ടമാവും നിങ്ങൾക്ക്. ഓക്കെ, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന അദാനി, അംബാനി ഇവരെയെല്ലാം മാത്രമേ അവർ കൊണ്ടുപോകും. ഓക്കെ, ഈ ഒരു സംരക്ഷിച്ച് കൊണ്ടുപോകും. അല്ലാതെ നിങ്ങൾ എത്ര വലിയ കോടീശ്വരനാണെങ്കിലും നിങ്ങളും പാവപ്പെട്ടവരും യാതൊരു വ്യത്യാസമില്ല. നിങ്ങൾ എല്ലാവരും അനുഭവിക്കും. അപ്പോൾ ഇതായിരിക്കും ആ ഒരു ഉണ്ടാകാൻ പോകുന്ന സാഹചര്യം. അവർ മുല്ലപ്പെരിയാർ പൊട്ടിക്കും. പക്ഷെ അതിന് മുമ്പേ പ്രകൃതി അല്ലെങ്കിൽ ദൈവം അവരുടെ അവിടെ ആ ഒരു പ്രശ്നം ഉണ്ടാക്കി. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെയും എല്ലാവരെയും നമ്മൾക്ക് ആ ഒരു നോളജ് ഇല്ലാത്തതുകൊണ്ടും നമ്മളെ ഭരിക്കുന്നത് ആ ഒരു എന്താ പറയാ വിദ്യാഭ്യാസമില്ലാത്ത അറിവില്ലാത്ത ആൾക്കാരായതുകൊണ്ടും അവർ ചൂഷണം ചെയ്തു. അതായത് അവരുടെ വിഷമടങ്ങിയ ഭക്ഷണം നമുക്ക് തന്നു, വിഷമടങ്ങിയ രീതിയിൽ എയർ പൊല്യൂഷൻ ഇവിടെ ആക്കി, വിഷമടങ്ങിയ വെള്ളം കുടിപ്പിക്കുന്നു. അല്ലെ, ജപ്പാൻ വാട്ടർ നമ്മൾ മര്യാദക്കുള്ള കിണറും വെള്ളം എല്ലാം കുടിച്ചോണ്ടിരുന്ന അപ്പൊ ജപ്പാൻ വെള്ളം ജപ്പാൻ വെള്ളം. അപ്പൊ അതിൽ നിന്ന് തുടങ്ങി ഇപ്പോ 20 രൂപയ്ക്ക് വെള്ളം മേടിച്ചു തുടങ്ങി. വേറൊന്നുമില്ല, എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം, നമ്മുടെ അംബാനി നമുക്ക് ഒരുപാട് നെറ്റ് തന്നു ഒരുപാട് സമയത്ത് അല്ലെ, ഫ്രീ ആയിട്ട് കൊണ്ടുവെക്കും. ഇപ്പൊ അദ്ദേഹം നമ്മളെ ഇത് മേടിക്കുന്നത് ഒരുപാട് നമ്മുടെ ശമ്പളത്തിൽ ഒരു വലിയ എമൗണ്ട് റീചാർജിങ് എന്ന രീതിയിൽ പോകുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ റീചാർജ് ചെയ്തില്ലെങ്കിൽ അവർ സിം കട്ടാക്കുന്ന രീതി വരുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയല്ലേ, വെള്ളവും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പൊ നമുക്ക് മീറ്റർ ഉണ്ട്. ഇപ്പൊ നമ്മൾ അതല്ലാതെ വേറെ പോയി ഇൻഡിവിജ്വൽ ആയിട്ട് വെള്ളം മേടിക്കുന്നു. ഭാവിയിൽ വെള്ളവും ഒരുപാട് റേറ്റ് മേടിക്കേണ്ടി വരും. കാരണം അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ കാർഡ് എല്ലാം വെട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം മരമില്ലെങ്കിൽ ഭൂമിയുടെ അടിയിൽ വെള്ളം ഉണ്ടാവില്ല. അപ്പൊ വെള്ളം ഡ്രൈൻ ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യരെ കംപ്ലീറ്റ് ആയിട്ട്, അതായത് അവർ വായു സ്വന്തമാക്കി, അവർ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് അവര് അതും സ്വന്തമാക്കി. ഇപ്പൊ വെള്ളവും അവർ സ്വന്തമാക്കി കഴിഞ്ഞു. അതിന്റെ ഒരു എക്സ്ട്രീം പീരീഡ് ആയിരിക്കും നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഭാവി. അതായത് വെള്ളത്തിന് വേണ്ടി പോയി ക്യൂ നിൽക്കേണ്ടി വരും. ആ വെള്ളവും വിഷമുള്ള വെള്ളം തന്നെയായിരിക്കും. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇവരെല്ലാം കരുക്കൾ നീക്കുന്നത്. പക്ഷെ ഈ കരുക്കളെല്ലാം റിലാക്സ് ഫോഴ്സ് പൊളിക്കുന്നതാണ്. കാരണം ഞങ്ങൾക്ക് വേണ്ടത് ഇവിടെ സമാധാനം, സന്തോഷം, ആരോഗ്യം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതമാണ്. ഓക്കെ.